മക്കളെ നമസ്കാരം. പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അക്ഷരം ഓ. എങ്ങനെ എഴുതുന്നത്? ഓ എന്ന സ്വരാക്ഷരത്തിൻ്റെ വലതുഭാഗത്ത് ഒരു ദീർഘം, അതാണ് ഓ എന്ന അക്ഷരം. ഇനി നമ്മുടെ അക്ഷരച്ചെടിയിൽ അതിൻ്റെ സ്ഥാനം എവിടെയാണ്? 1S ആ. തായ്തടി നേരെ മുകളിലേക്ക് പോയി അവിടെ തന്നെയാണ് ഓ. അതിൻ്റെ തൊട്ടു മുകളിൽ ഓ ഓ ഓ ഓ ഓ, രണ്ട് കൊമ്പുകൾ. ഓ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഓ പഠിക്കുമ്പോൾ രണ്ട് വരയുടെ ഏറ്റവും ഇടതുഭാഗത്ത് ഓ ശബ്ദമുള്ള വാക്ക്, ഓ അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ മാത്രം. പക്ഷെ അവിടെ എന്തുവരെയൊക്കെ ആകാം? സ്വരാക്ഷരങ്ങളൊന്നും വരില്ല, കാരണം സ്വരാക്ഷരങ്ങൾ എപ്പോഴും തുടക്കത്തിലേ വരുള്ളൂ. അപ്പോൾ മറ്റുള്ള സ്വരാക്ഷരങ്ങൾ വരില്ലെങ്കിലും ചിഹ്നങ്ങളില്ലാത്ത 36 വ്യഞ്ജനങ്ങൾ, ആ മുതൽ ഋ വരെ വലതുഭാഗത്ത് ചിഹ്നമുള്ള 36 വ്യഞ്ജനങ്ങൾ, എ എ ഐ ഇടതുഭാഗത്ത് ചിഹ്നമുള്ള 36 വ്യഞ്ജനങ്ങൾ, ഓ ഇടതും വലതും ചിഹ്നമുള്ള 36 വ്യഞ്ജനങ്ങളും ചില്ലക്ഷരങ്ങളും അവിടെ വരും. വാക്കുകൾ വായിക്കാമല്ല? ഓക്കെ. ഓല, ഓട, ഓടി, ഓടയിൽ, ഓമന, ഓസി, ഓമി, ഓണമായി, ഓണമായാൽ, ഓണർ, ഓലൻ, ഓതുക, ഓടുക. ഇനി അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഓ ചിഹ്നം വരുന്ന വാക്കുകൾ എഴുതണം. വാക്കുകൾ അവിടെ നമുക്ക് തുടക്കം മറ്റുള്ള സ്വരാക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ എഴുതാം. എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും എടുക്കാം. ചിഹ്നം ചേർത്തിട്ടുള്ള ഓ വരെയുള്ള ചിഹ്നം ചേർത്തിട്ടുള്ള വ്യഞ്ജനങ്ങൾ എടുക്കാം. ചില്ലക്ഷരം എടുക്കാം. മാറ്റി നിർത്തേണ്ടത് അനുസ്വാരം വേണ്ട, വിസർഗം വേണ്ട, കൂട്ടക്ഷരം വേണ്ട. അത് ഇവിടെ നമ്മൾ സ്വീകരിക്കുന്നില്ല ഇടതുഭാഗത്ത്. ഇനി ഈ ഓ ചിഹ്നം എങ്ങനെ എഴുതും നമ്മൾ? ഇവിടെ നമ്മൾ ഓ എഴുതിയപ്പോൾ നമുക്ക് ഓൾറെഡി വലതുഭാഗത്ത് ഒരു ദീർഘം വന്ന്, അത് നമ്മൾ ഓ എന്നുള്ള ശബ്ദം കൊടുക്കുമ്പോഴും വലതുഭാഗത്ത് ദീർഘം വേണം, ഓ എന്നുള്ളതിനും വേണം. അപ്പോൾ ഇടതുഭാഗത്ത് എന്താ വേണ്ടത്? ഓ ശബ്ദം കൊടുക്കാൻ ഇടതുഭാഗത്ത് പുള്ളി, ഇവിടെയോ കെട്ടുപുള്ളി. നമ്മുടെ പാട്ടൊന്ന് പാടിയാലോ? ചേരേണമിടതായൊരു ഏ ചിഹ്നം, ശേഷമതാകണം ആ ചിഹ്നം, അതാണതാണ് ഓ. അല്ലെങ്കിൽ എന്ത് പാടാം? ചേരേണമിടതായൊരു ഏ ചിഹ്നം, വലതായി വേണമൊരു ആ ചിഹ്നം, അതാണ് ഓ. ഉദാഹരണം താ. ഇടത് ഏ തേ, വലത് ദീർഘം വരുമ്പോൾ ഓ, ത തേ തോ. എല്ലാ വ്യഞ്ജനങ്ങളുടെയും ഇടതുഭാഗത്ത് അപ്പം ഏ ശബ്ദം വരും, വലതുഭാഗത്ത് ദീർഘം വിടുമ്പോൾ ഓ ശബ്ദം. തുടങ്ങാനുള്ള വാക്കുകൾ എഴുതാം നമുക്ക്. അത് നമുക്ക് സ്വരാക്ഷരം തീർന്നിട്ട് വ്യഞ്ജനാക്ഷരം എടുക്കാം. അതോടെ, അലോസരമായി, ആരോമൽ, ആരോപണമായി, ഇതാണോ, ഇതിനോടാണോ, ഈശോ, ഉണരാൻ പോയി, ഉടലോടെ, ഉശിരോടെ, ഉഷാറോടെ, ഉടയോൻ, ഊതലോടെ, ഊമയോടായി, ഋണമോടെ, ഋണം കടം, ഋണമോടെ കടമോടെ, എവിടെയോ, ഏതോ, ഐസോൾ,
ഒരുപോലെ, ഓണാഘോഷമായി, ഓടിയോടി. നമുക്ക് ആ മുതൽ ആ ഈ എല്ലാ സ്വരങ്ങളും നിങ്ങളുടെ തുടങ്ങുന്ന വാക്കുകൾ നമുക്ക് ഇവിടെ ഓ എന്നുള്ള ചിഹ്നം ചേർക്കാൻ എടുത്തപ്പോൾ നമുക്ക് കിട്ടി കേട്ടോ. അഞ്ചനങ്ങൾ തുടങ്ങാം. ഓക്കെ. കോടി, കോടതി, കോകില, കോളായി, കോടാലി, കോണി, കോമളൻ, കോമാളി, കോവർ കഴുത, കോവിൽ, കോൾമയിർ, കരളോടെ, ഗോവ, ഗോൾ, ഗോകുൽ, ഗോളി, ചോര, ചോതി, ജോഡി, ജോനക, ജോലി, തോണി, തോഴി, തോൽവി, ദോഷമായ, ദോഷരഹിതമായ, പോട, പോടി, പോറൽ, ബോൾ, ബോഗി, മോഹൻ, മോടി, മോഡൽ, മോദി, മോളി, മോഹിനി, മോഹനൻ, യോഗ, യോഗി, രോഗി, ലോക, ലോഹിതദാസൻ, ലോലൻ, ലോലിത, ശോകമായ, ഷോ, സോമൻ, സോമിത, സോന, സോണി, റോണി, റോബിൻ, ഹോബി. ഏകദേശം വ്യഞ്ജനാക്ഷരങ്ങളും കഴിഞ്ഞു. നമ്മളിനി വാചകങ്ങളിലേക്ക് കിടക്കുന്നല്ലേ. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ എല്ലാ സ്വരാക്ഷരങ്ങൾ ഓ ചിഹ്നം വരെയുള്ള എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും 36 ചിഹ്നമില്ല. ആ മുതൽ ഋ വരെ വലതുഭാഗത്ത് ചിഹ്നങ്ങൾ. 6R 3L എന്താ? AAI ഇടതുഭാഗത്ത് ചിഹ്നങ്ങൾ. ഓ ഇടതും വലതും ചിഹ്നങ്ങൾ. ഓ ഇടതും വലതും. അല്ല, ഇടതായി വേണം ഒരു എ ചിഹ്നം, വലുതായി ശേഷം അതാവണം ആ ചിഹ്നം ഓ. ഓ ഇടതായി വേണം ഒരു എ ചിഹ്നം, ശേഷം അതാവണം ആ ചിഹ്നം ഓ. നമ്മൾ ചില്ലക്ഷരങ്ങളും ഇതിൻ്റെ കൂടെ ചേർക്കും. ഉപേക്ഷിക്കേണ്ടത് ഏതൊക്കെയാണെന്നറിയാമല്ല. അനുസ്വാരം ചേർത്ത വാക്കുകൾ വേണ്ട, വിസർഗം ചേർത്ത വാക്കുകൾ വേണ്ട, പിന്നെ കൂട്ടക്ഷരങ്ങളും വേണ്ട. തുടങ്ങാമല്ല. ഓക്കെ. കുറേ നാൾക്ക് മുമ്പ് ഒരു ഷോർട്ട് വീഡിയോയിൽ ടീച്ചർ ഒരു ആന ചിത്രം കാണിച്ചിട്ട് ചിത്രം നോക്കി വായിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ചിത്രം നോക്കുമ്പോൾ തന്നെ ആന, എന്നിട്ട് ആനയുടെ മേത്തെഴുതി വെച്ച് അലറലോടലറൽ. കൂട്ടി വായിക്കുമ്പോൾ എന്താകും? ആന അലറലോടലറൽ. ഓ ചിഹ്നം അവിടെ വന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓ ചിഹ്നം നിർബന്ധമായിരിക്കണം. എല്ലാ ചിഹ്നങ്ങളും ഒത്തു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് ശ്രമിക്കാം. ഇനി നമ്മൾ സെൻസസ് എന്ന് കേട്ടിട്ടില്ലേ? ജനസംഖ്യ. ഒരിക്കലും കൃത്യമായിട്ടുള്ളൊരു ജനസംഖ്യ ഒരു കാലത്തും എടുക്കാൻ പറ്റില്ല. കാരണം എടുത്തു കഴിഞ്ഞ അടുത്ത നിമിഷം തന്നെ അടുത്ത ജന്മം ഭൂമിയിൽ ഉണ്ടാകും. അപ്പോൾ ഈ അനേകം ജീവജാലങ്ങൾ, അതിലൊരു ആൾ മാത്രമാണ്, ഒരു ജീവജാലത്തിൻ്റെ ഇനമാണ് മനുഷ്യർ. നമ്മളോട് ചോദിക്കുന്നു, ഈ ഭൂമിയിൽ നീ ആരാ? നമ്മൾ കോടാനകോടി മാനവരിലൊരാൾ. ജീവജാലങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, കൂട്ടക്ഷരം അല്ലേ? അപ്പം നമ്മൾ ആരാണ്? കോടാനകോടി മാനവരിൽ ഒരാൾ ആണ്. ഒന്ന് സെൻറ്റൻസ് ആയിട്ട് എന്ത് പറയും? ഈ ഭൂമിയിൽ നീ ആരാ? ഈ ഭൂമിയിൽ
കോടാന കോടി മാനവരിൽ ഒരാളാണേ ഈ ഞാൻ. അല്ലേ? ഇത്രേ ഉള്ളൂ. അടുത്തത് പ്രധാനപ്പെട്ട എനിക്ക് പറയാനുള്ളതേ, നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു, ജീവിക്കുന്നു, മരിക്കുന്നു. അപ്പോൾ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ളതാ ലൈഫ്, ജീവിതം. അല്ലേ? അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കണം. ഒത്തിരി കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, വൈകല്യങ്ങളുള്ള ആളുകളുണ്ട്. പല തട്ടുകളിലായിട്ടാണ് മനുഷ്യജീവിതം ഈ ഭൂമിയിൽ. അല്ലേ? എല്ലാവരും ഒരുപോലെയല്ല, നമ്മുടെ കൈവിരലുകൾ പോലെ. നമ്മൾക്ക് ഉയരണമെന്നാണ് ആഗ്രഹം. അല്ലേ? നല്ലതാണ്. എങ്ങനെ ഉയരണം? എത്രത്തോളം ഉയരാം അത്രയും ഉയരണം. പക്ഷെ ആ ഉയർച്ചയിലും നമ്മൾക്ക് എന്തുണ്ടാവണം? എളിമ ഉണ്ടാവണം. അല്ലേ? അങ്ങനെ നമ്മൾ എളിമപ്പെട്ട് ജീവിച്ചാലേ നമുക്ക് ഉന്നതങ്ങളിലേക്ക് ഉയരാനും വളരാനും സാധിക്കുകയുള്ളൂ. അതിന് ദൈവത്തിൻ്റെ കൃപ, അതാണ് നമുക്ക് വേണ്ടത്. ദൈവകൃപ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പം അതിന് പറ്റിയ ഒരു ഇത് 3 വരി എഴുതിയുള്ളെങ്കിലും എല്ലാ ചിഹ്നങ്ങളും അതൊരു ദൈവത്തിൻ്റെ കൃപയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വായിക്കട്ടെ. വാനോളം ഉയരേണം ഒരുമയോടെ, ഭൂവിൽ നീ താഴേണം എളിമയോടെ, വളരേണമേ നീ ദൈവകൃപയാൽ. ഈ ഭൂമിയിൽ പല തട്ടുകളല്ലേ, പല വൈവിധ്യങ്ങളാണ്. ആണ്, പെണ്ണ്, പണക്കാരൻ, പാവപ്പെട്ടവൻ, ഭംഗിയുള്ളവൻ, വെളുത്തവൻ, കറുത്തവൻ, അങ്ങനെ പല വൈവിധ്യങ്ങൾ. പലർക്കും പല ഇത്. ഇപ്പം പഞ്ചേന്ദ്രിയങ്ങൾ ഒന്നിച്ച് കിട്ടുന്നതിന് വലിയ ഭാഗ്യമാണ്. എല്ലാവർക്കും അതുണ്ടാവണം എന്നില്ല. നമ്മൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്ന് ഉയരാൻ നമ്മൾ ശ്രമിക്കും. ഒരിക്കലും മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ടോ തകർത്തുകൊണ്ടോ ഉയരാൻ ശ്രമിക്കരുത്. അതാണ് ആദ്യത്തെ വരി. വാനോളം ഉയരേണം ഒരുമയോടെ, ഒരുമ, ഐക്യം വേണം. ഭൂവിൽ നീ താഴേണം എളിമയോടെ. നമ്മൾക്ക് എപ്പോഴും ഭൂമിയോളം താഴാനുള്ള എളിമ ഉണ്ടാവണം എന്നാണ്. വളരേണമേ നീ ദൈവകൃപയാൽ. നമ്മൾ അനുദിനം വളരണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ വളർച്ചയൊക്കെ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പം ഏതാണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ തീർക്കാം. അടുത്ത ദിവസം നമുക്ക് അവിടം വരെയുള്ള റിവിഷൻ ഒന്ന് ചെയ്യാം. ഇപ്പോൾ 1s നേരെ മുകളിൽ 2s, അതൊരു I എന്നുള്ളൊരു ലെറ്ററിൻ്റെ ഇത് വരും. ഇനി 1s എന്നെഴുതിയിട്ട് നമ്മൾ നേരെ മുകളിലോട്ട് പോയി റൈറ്റിലേക്ക് 6R, ലെഫ്റ്റിലേക്ക് 3L, അതൊരു T എന്നുള്ളൊരു ഫോം വരും. അല്ലേ? T ആണെങ്കിൽ 3L, 6R, നേരെ താഴെ 1s. ഈ 1s നേരെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും 2s, അതെന്തായി ഒരു ക്രോസായി. അല്ലേ? 1s 2s, ലെഫ്റ്റിൽ 3L, റൈറ്റിൽ 6R. അപ്പം അങ്ങനെ നിൽക്കട്ടെ. അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ ഒരു റിവിഷനും കൂടി നടത്തിയിട്ട് വേണം അടുത്ത ഭാഗത്തേക്ക്. ഇപ്പോൾ നമ്മളൊരു ജംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പരമാവധി എഴുതി പഠിക്കുക. എങ്ങനെയാണ്? ഓ, ഇടതായി വേണമൊരു A ചിഹ്നം, ശേഷം അതാവണം ആ ചിഹ്നം, അതാണ് ഓ. അല്ലെങ്കിലോ ഇടതായി വേണമൊരു A ചിഹ്നം, വലതായി വേണമൊരു ആ ചിഹ്നം, അതാണ് ഓ. അപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ദിവസം ചെറിയൊരു റിവിഷൻ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുക. ഓക്കെ.